കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട്. ഈ പാലക്കാട് എന്ന് പറയുന്നൊരു നാട് ആരാണ് ഭരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ 90% പേരും പറയുന്നത് ടിപ്പു സുൽത്താൻ എന്നതായിരിക്കും. എന്നാൽ ടിപ്പു സുൽത്താന് മുൻപ് പാലക്കാട് ഭരിച്ചിരുന്ന ഒരു രാജകുടുംബമുണ്ടായിരുന്നു. അത് ആരാണ് എന്നും കേരള ജനത മറന്നുപോയ പാലക്കാടിൻ്റെ യഥാർത്ഥ ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. എൻ്റെ വീഡിയോസ് എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. AD 1-ാം നൂറ്റാണ്ടിൽ പാലക്കാട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പുറയൻകാട് എന്ന് പറയുന്ന പേരിലായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ പാലക്കാട് ഭരിച്ചിരുന്നത് ചേരമാൻ പെരുമാക്കൾ എന്നറിയപ്പെടുന്ന നെടുമ്പുറയൂർ സ്വരൂപം എന്ന് പറയുന്ന ഒരു രാജകുടുംബമായിരുന്നു അന്ന് പാലക്കാട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാലക്കാടിന് സ്ഥിരമായി യുദ്ധങ്ങളിലൂടെ പാലക്കാട് കീഴടക്കാൻ വേണ്ടി കോഴിക്കോട് ഭരിച്ചത് സാമൂതിരി ശ്രമിക്കുകയും പല യുദ്ധങ്ങൾക്ക് അദ്ദേഹത്തിന് വിജയിക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. സാമൂതിരിക്ക് ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന വള്ളുവനാട് എന്ന് പറയുന്ന നാട്ട് രാജാക്കന്മാരെല്ലാവരും കൂടെ സാമൂതിരിക്ക് ഒരു ഭാഗത്തു നിന്ന് വലിയ ലെവലിലുള്ള യുദ്ധങ്ങൾ ചെയ്യുകയും അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് തന്നെ സാമൂതിരി സൈന്യം വലുതാവുകയും വള്ളുവനാട് എന്ന് പറയുന്ന നാട്ടിലുള്ള എല്ലാ നാട്ട് രാജാക്കന്മാരെയും കീഴടക്കുകയും വള്ളുവനാട് മുതൽ അതായത് ഏറനാട് മുതൽ കൊങ്ങുനാട് വരെയുള്ള എല്ലാ നാടുകളും സാമൂതിരി കീഴടക്കുകയും ചെയ്തു. എന്നാൽ സാമൂതിരിക്ക് അപ്പോഴും സാമൂതിരിയുടെ നാട്ടിലുള്ള അടുത്തുള്ള പാലക്കാട് എന്ന് പറയുന്ന നാടിനെ കീഴടക്കാൻ എപ്പോഴും തന്നെ വലിയൊരു ആകാംക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ അദ്ദേഹം പാലക്കാട്ടിൻ്റെ നേരെയും യുദ്ധത്തിൽ വന്നു. ആ കാലയളവിൽ പാലക്കാട് ഭരിച്ചിരുന്നത് കോമിയച്ചൻ എന്ന് പറയുന്ന രാജാവായിരുന്നു. എന്നാൽ അദ്ദേഹം ആദ്യമൊക്കെ യുദ്ധത്തിൽ എതിർത്ത് നിന്നെങ്കിലും അദ്ദേഹത്തിന് ജയിക്കാനാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. അതായത് പാലക്കാട് ദേശത്തിന് ചുറ്റുമുള്ള എല്ലാ നാട്ട് രാജാക്കന്മാരെയും അറിയിക്കുകയും യുദ്ധത്തിന് സഹായം വേണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇതേ തുടർന്ന് സാമൂതിരിയുടെ സൈന്യത്തിന് മുൻപിൽ നിൽക്കാൻ വേറെ ഏത് നാട്ട് രാജാക്കന്മാരും വേറെ ഏത് സൈനികരായാലും തയ്യാറാവാതിരിക്കുകയും സാമൂതിരിയുടെ സൈന്യം എളുപ്പം തന്നെ പാലക്കാട് കീഴടക്കുകയും ചെയ്തു. അന്ന് പാലക്കാട് ഭരിച്ചിരുന്ന കോമിയച്ചൻ പാലക്കാട് വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി പല നാട്ട് രാജാക്കന്മാരുടെയും അടുത്ത് പോവുകയും തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് എല്ലാ നാട്ടു രാജാക്കന്മാർക്കും അദ്ദേഹം ഒരു കത്തയക്കുകയും ചെയ്തു. എന്നാൽ സാമൂതിരി സൈന്യത്തെ എതിർക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാതിരിക്കുകയും ദിണ്ടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഹൈദർ അലി എന്ന് പറയുന്ന ഒരു രാജാവിനെ പോയി അദ്ദേഹം അവിടെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ യുദ്ധത്തിന് സഹായിക്കണമെന്ന് പറയുകയും ചെയ്തു. അന്ന് ഹൈദർ അലിയുടെ മികച്ച സൈന്യത്തലവനായിട്ടുണ്ടായിരുന്ന ലുബ് അലി എന്ന് പറയുന്ന ഒരു സൈന്യത്തലവനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ വലിയൊരു സൈന്യത്തെയും കോമിയച്ചന് വിട്ടു നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് വളരെയധികം ശക്തരായിട്ടുള്ള ഈ ഹൈദർ അലിയുടെ സൈന്യത്തിൻ്റെ മുൻപിൽ സാമൂതിരിക്ക് പിടിച്ചു നിൽക്കാനാവാതാവുകയും സാമൂതിരി പാലക്കാട് വിട്ട് പോവുകയും ചെയ്തു. സാമൂതിരിയുടെ സൈന്യത്തെ പാലക്കാടിൽ നിന്നും അയച്ച ഈ ഹൈദർ അലിയുടെ സൈന്യത്തിന് അല്ലെങ്കിൽ ഹൈദർ അലിയുടെ മനസ്സിൽ വേറൊരു കാര്യമായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു യുദ്ധത്തിന് ശേഷം അദ്ദേഹം പാലക്കാട്ടിലേക്ക് വരികയും പാലക്കാട് എന്ന് പറയുന്ന നാട് അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് ആക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മലബാർ ദേശത്തിലുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും അദ്ദേഹത്തിന് പിടിച്ചടക്കാമെന്നുള്ള ആഗ്രഹവും ഈ മലബാർ ദേശം മുഴുവനായും അദ്ദേഹത്തിൻ്റെ കയ്യിലാക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ കാലയളവിൽ ഹൈദർ അലിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് ഈ സാമൂതിരിയുടെ സൈന്യമായിരുന്നു. എന്നാൽ ഹൈദർ അലി കരുതിയത് സാമൂതിരിയുമായി നല്ലൊരു ബന്ധം ഏർപ്പെടുകയും അതേ തുടർന്ന് കേരളം മൊത്തമായിട്ടുള്ള വ്യാപാര കച്ചവടങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹം സാമൂതിരിയെ കാണാൻ പോവുകയും സാമൂതിരിയുമായി പല കരാറുകൾ ഏർപ്പെടുകയും ചെയ്തു. കരാറിൽ എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ സാമൂതിരിയുടെ സൈന്യത്തിൽ നിന്ന് മൊത്തമായി പാലക്കാട് ദേശം മുഴുവനായി ഹൈദർ അലിക്ക് വിട്ടു നൽകാമെന്ന് പറയുകയും ഇതേ തുടർന്ന് ഹൈദരലിയുടെ സൈന്യവും പാലക്കാടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ സാമൂതിരിയുടെ സൈന്യം എല്ലാ കരാറുകളും ലംഘിക്കുകയും ഹൈദർ അലിയെ വധിക്കുകയും ചെയ്തു. എന്നാൽ ഹൈദർ അലിയുടെ മരണത്തിന് ശേഷം ഹൈദർ അലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിക്കെതിരെ പല യുദ്ധങ്ങൾ നടത്തുകയും സാമൂതിരിക്ക് കൂടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ടിപ്പു സുൽത്താൻ്റെ മേലെ പല യുദ്ധങ്ങൾ നടത്തുകയും ടിപ്പു സുൽത്താനെ ആ ഒരു യുദ്ധത്തിൽ നിന്ന് തോൽപ്പിച്ചു വിടുകയും ചെയ്തു. ടിപ്പു സുൽത്താന് ശേഷം
സാമൂതിരി പാലക്കാട് കീഴടക്കുകയും അതിനുശേഷം സാമൂതിരി പാലക്കാട് ഭരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.